എൻ്റെ പേര് നിജു, വീട് പെരുമ്പാവൂരാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ബിസിനസ്സിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഫാമിലി ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു. ഇന്ന് ലോകത്ത് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാനൊരു ഒരു സ്ലൈഡിൻ്റെ സഹായത്തോടു കൂടി ഇത് പ്രസന്റ് ചെയ്യാം. വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, വെൽക്കം ടു സിഇഒ. സിഇഒ നമ്മുടെ ഈ പ്രൊജക്റ്റിന്റെ ഈ ബിസിനസിന്റെ ആ ഒരു കോൺസെപ്റ്റിന്റെ പേര് സിഇഒ എന്നാണ്. സിഇഒ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. കൺസ്യൂമേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ എംപവർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആസ് എ കസ്റ്റമർ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുറേ പ്രോഡക്റ്റുകൾ നമ്മൾ ഒരു ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രൊജക്റ്റിന്റെ പ്രത്യേകത നമ്മളെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നമുക്ക് തരുന്ന ഒരു ഓർഗനൈസേഷന്റെ പേര് വിന്നിംഗ് ടീം എന്നാണ്. വിന്നിംഗ് ടീം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, നമുക്കറിയാം ഏതൊരു മേഖലയിലും നമുക്ക് വരാൻ എളുപ്പമാണ്. പക്ഷെ അത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ മേഖലയെ പറ്റി നമുക്കിത് ഹൗ ടു ഡു ദ ബിസിനസ്, അത് എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായിട്ടൊരു അറിവുണ്ടാവണം. അതിന് നമുക്ക് ഈ മേഖലയിൽ വിജയിച്ച, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഈ മേഖലയിൽ വിജയിച്ച ആൾക്കാരുടെ ഒരു 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 എന്താ പറയുക ടീമാണ് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞാൽ. ഓക്കെ, വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻസ്, ഒരുപാട് വിജയിച്ച ആൾക്കാരുടെ ഒരു കൂട്ടായ്മ. സ്വാഭാവികമായി ആ ഒരു ടീമിന്റെ ഒപ്പം നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ എളുപ്പത്തിൽ പറ്റും. ഓക്കെ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്? വളരെ സിമ്പിൾ, സക്സസ് ആവാൻ, ജീവിതത്തിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ, വിജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഹൗ ടു ഡിഫൈൻ ദ സക്സസ്, എങ്ങനെയാണ് ഈ സക്സസിനെ ഡിഫൈൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ഓരോ ആളുകളെ പറ്റിയും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ആവണമെന്നില്ല. പക്ഷെ പൊതുവിൽ മനുഷ്യനായതുകൊണ്ട് അതിന് സ്വപ്നങ്ങൾ എന്ന് പറയും അല്ലേ? എല്ലാ ആളുകൾക്കും സ്വപ്നങ്ങളുണ്ട്, പലർക്കും പല രീതിയിലുള്ള സ്വപ്നങ്ങളാവും. ആണും പെണ്ണും, അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ മുൻഗണന അനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മറഞ്ഞു പോവാം. എങ്കിലും പൊതുവായിട്ട് ഉള്ള നമ്മുടെ കുറേ സ്വപ്നങ്ങളാണ് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു വീടും, അല്ലെങ്കിൽ ഒരു കാറ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, കടമില്ലാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ ഫാമിലിയുമായിട്ട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഇങ്ങനെ പല രീതിയിലാക്കി ആയിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ. ഓക്കെ, ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ലൈഫ് ഈസ് ദ കോമ്പിനേഷൻ. ഒരു സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആണെന്ന് പറയാം. ഒന്ന്, ഇനഫ് മണി, ഇനഫ് ടൈം, പ്രോപ്പർ ഹെൽത്ത്, ലൈഫ് സെക്യൂരിറ്റി. ധാരാളം പണം ഉണ്ടാവണം എന്ന് മാത്രമല്ല, അത് ചെലവഴിക്കാനുള്ള സമയവും അത് ഉപയോഗിക്കാനുള്ള ഒരു ആരോഗ്യവും, അത് എന്നും ഇങ്ങനെ കിട്ടുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഇത് എവിടെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ വരുമാനത്തിലാണ്. നമുക്ക് എല്ലാവർക്കും ചെറുതും വലുതായിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ വരുമാന മാർഗങ്ങൾ ഉണ്ടാവാം. മേ ബി അതൊരു ജോലി ആവാം, അല്ലെങ്കിൽ ബിസിനസ് ആവാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആവാം. എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ വരുമാനം എന്ത് ചെയ്യണം? ഈ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം അല്ലെ? ചിലതിനേക്കായും കൂടുതൽ നമുക്ക് വരുമാനം കിട്ടണം. ചെലവ് കൂടുതലും വരുമാനം കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫ് വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. ഈ വരുമാനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം. അത് എന്നോട് ഉത്തരവൊന്നും പറയണ്ട, പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിൽ നമ്മൾ ഹാപ്പിയാണോ? ഐ മീൻ, അത് സഫീഷ്യന്റ് ആണോ? തികയുന്നുണ്ടോ? കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ കിട്ടിയ വരുമാനത്തിൽ നിന്ന് ആവശ്യങ്ങൾക്ക് നടന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഫ്യൂച്ചറിലേക്ക് വേണ്ടി, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ലൊരു റിട്ടയർമെന്റ് ലൈഫിനൊക്കെ വേണ്ടി എന്തെങ്കിലും മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ വരുമാനം കണ്ടെത്തുമ്പോൾ ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യാൻ ഒരു ക്വാളിറ്റി ടൈം കിട്ടുന്നുണ്ടോ? നമ്മുടെ ഈ വരുമാനം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഇപ്പോൾ ഉള്ള വരുമാന മാർഗത്തിൽ എന്ത് ഷുവർട്ടിയാണുള്ളത്? ചെയ്യുന്ന ജോലിയിൽ വരുമാന മാർഗത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ ഒരു ജോലിയും അല്ലെങ്കിൽ വരുമാന മാർഗമാണോ ഉള്ളത്? അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യമാണ്, നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു വരുമാനം നിന്നു പോയാൽ, അതായത് ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടോ? എപ്പോഴും ഈ വരുമാനത്തിന്റെ ഉള്ളിൽ നമ്മൾ ചോദിക്കേണ്ട, തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ്. അതാ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം ഒരു സ്മൂത്ത് ആയിട്ട് പോവില്ല. എവിടെയെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ലോകത്തിൽ ചില ആളുകൾക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, ചില ആളുകൾ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് വരുമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ലോകത്തിൽ രണ്ട് രീതിയിലാണ് ആളുകൾക്ക് വരുമാനം കിട്ടുക എന്ന് പറയാം. ഒന്ന് ആക്റ്റീവ് ഇൻകം, പിന്നെ പാസീവ് ഇൻകം.
ആ പേര് തന്നെയുണ്ട്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ സമയം എഫേർട്ടും കൊടുക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നു. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ഒരു അക്കൗണ്ടിലേക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കണം. അതിന്റെ പേരാണ് പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്, ജോലി ചെയ്യുന്ന ആളുകൾ, ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ, പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ, ജോലി ചെയ്താലേ കാശ് കിട്ടുള്ളൂ. സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആളാണ്. ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, അല്ലെങ്കിൽ പാടാനുള്ള കഴിവ്, അഭിനയിക്കാനുള്ള കഴിവ് ഒക്കെ സെൽഫ് എംപ്ലോയീസ് ആണ്. അതിന്റെ പ്രത്യേകത ഒരു ജോലിക്കാരനെ അപേക്ഷിച്ച് ബെറ്റർ ലൈഫ് സ്റ്റൈലും ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ ജോലി ചെയ്താൽ മാത്രമേ വരുമാനം കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവരവരുടെ സമയം കൊടുത്തുകൊണ്ടായിരിക്കും പണം മേടിക്കുന്നത്. അപ്പോൾ സമയം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ, എഫേർട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് വരുമാനം നിൽക്കും. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗ് ബിസിനസ് ഓണേഴ്സ് ആണ്. വലിയ വലിയ കമ്പനികളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും തുടങ്ങി ഇതുപോലെയുള്ള ജോലിക്കാരെയൊക്കെ ജോലിക്ക് വെച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകും. അവരവിടെ വേണമെന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും, തലമുറയിൽ കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, വരുമാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ ഇൻവെസ്റ്റേഴ്സ്, പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം. അതായത് നമുക്ക് വലിയ ലാൻഡിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകൾ പറഞ്ഞ് റെന്റിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഷെയർസിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ അസറ്റ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന രീതികളാണ്. ഇവിടെ പ്രത്യേകം എന്തായിരിക്കും? അതിനുവേണ്ടി നമ്മൾ അതിന്റെ പറഞ്ഞു നടക്കണമെന്നില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്, സിസ്റ്റം ഡ്രിവൺ ആണ്. പക്ഷേ ലോക ജനസംഖ്യയുടെ 95% ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പും ബാക്കി വരുന്ന 5% പാസീവ് ഇൻകം ഗ്രൂപ്പാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോക സമ്പത്തിന്റെ 5%മേ ഈ ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പിന്റെ കയ്യിലുള്ളൂ. ബാക്കി 95% എന്ന് പറയുന്ന ലോകത്തിലെ 5% ഗ്രൂപ്പിന്റെ കയ്യിലാണ്, വലിയ ബിസിനസ്സുകാരുടെ, ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഒരു ജീവിതകാലം മുഴുവൻ നമ്മളൊരു ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് ജോലിക്കാരനായിക്കൊണ്ട് നിന്നുകൊണ്ട് നമ്മളൊരു 5 10 100 വർഷം ജോലി ചെയ്താലും നമ്മൾ ആഗ്രഹിക്കുന്ന പണവും സമയവും ആരോഗ്യവും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിന് ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. ലിവറേജ് ചെയ്യപ്പെടണം, നമ്മുടെ സമയവും എഫേർട്ടും ലിവറേജ് ചെയ്യപ്പെടണം. പക്ഷെ ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസിയായ ഒരു കാര്യമാണ്? ഒരിക്കലും ഈസിയായ കാര്യമല്ല. കാരണം ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ആ മേഖലയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്, ഒരു ഐഡിയ ആവശ്യമുണ്ട്, റിസ്ക് എടുക്കേണ്ടി വരും, കോമ്പറ്റീഷനെ ഫേസ് ചെയ്യേണ്ടി വരും. അതിനിടയ്ക്ക് പല ബുദ്ധിമുട്ടുകൾ, കൊറോണ വരാം, നോട്ട് നിരോധനം വരാം, വെള്ളപ്പൊക്കം വരാം, അങ്ങനെ കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ വലിയ റിസ്കുകളും വരും. പക്ഷെ ഞാൻ നിങ്ങളോട് ഇവിടെ പറയാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പ്രത്യേകത, ഇതൊന്നുമില്ലാതെ, ഒരു റിസ്ക് ഇല്ലാതെ, പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാതെ, ഈ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ടേൺ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു ഹ്യൂജ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. യുവർ ഓൺ ബിസിനസ്, നമ്മുടെ സ്വന്തം ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി എന്താണ് ഇതിന്റെ മോർ ബെനിഫിറ്റുകൾ? സാധാരണ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ ഇവിടെ ഒരുപാട് മൾട്ടിപ്പിൾ ബെനിഫിറ്റുകളുള്ള ബിസിനസ് ആണത്. അതിന്റെ ഒന്നാമത്തെ കാര്യം ഒരു എക്സ്ട്രാ ഇൻകം ആണ്. ചെയ്യുന്ന ജോലിയെ ബുദ്ധിമുട്ടിക്കാതെ ഒരു അധിക വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അത് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ചെയ്യുന്ന ജോലിക്കൊപ്പം ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് സ്വന്തം ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ അൺലിമിറ്റഡ് ഇൻകം, ആഗ്രഹിക്കുന്ന പണം, 1 കോടി രൂപയൊക്കെ വരുമാനം മേടിക്കുന്ന ആളുകൾ ഈ ബിസിനസ്സിലുള്ളപ്പോൾ അതുവരെ നേടിയെടുക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ മോർ സ്പെയർ ടൈം, മിക്ക ആളുകൾക്കും വരുമാനമൊക്കെ ഉണ്ട്, ജോലിയിൽ തിരക്കുണ്ട്, പക്ഷെ നിന്നിരിക്കാൻ സമയമില്ല, ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, ആരോഗ്യം ശ്രദ്ധിക്കാൻ സമയമില്ല, ഒരുപാട് എക്സസൈസ് ചെയ്യാൻ സമയമില്ല, നല്ല ഫുഡ് കഴിക്കാൻ സമയമില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിന് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതുപോലെ ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? ആരോഗ്യം നഷ്ടപ്പെടുന്നു, നല്ല ആരോഗ്യത്തോട് ജീവിക്കാൻ കഴിയുന്നില്ല. അതിന് പറ്റിയ പ്രൊഡക്റ്റും സർവീസും അതിന് പറ്റിയ നോളജും ഇവിടെ കിട്ടുന്നുണ്ടാവും. അതുപോലെ ലീവ് എ ലെഗസി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറണം നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അറിവും കഴിവും വർദ്ധിപ്പിക്കണം, അല്ലെ? ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവാം, ലീഡർഷിപ്പ് സ്കില്ലാവാം, അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ വേൾഡ് ട്രിപ്പ്, ലോകം ചുറ്റി കാണാം. ഒരു വർഷം 3 വിദേശ ട്രിപ്പുകൾ കമ്പനി ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ടാവും. അതുപോലെ കാർ ഫണ്ട്, സ്വന്തമായിട്ട് കാർ മേടിക്കാൻ ഒരു മാസം 80,000 രൂപ. അതുപോലെ ഹൗസ് ഫണ്ട്, സ്വന്തമായിട്ട് വീട് വെക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് ഒരു മാസം 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ടാവും. അതുപോലെ ഹെൽപ്പിംഗ് അതേഴ്സ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, അവർക്ക് എന്തെങ്കിലും നേടിക്കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി. സാധാരണ ഒരു ജോലിക്ക് പോയി നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും, അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ലൈഫിലൊന്നും കിട്ടില്ല. പക്ഷെ ഇതിന്റെ മൾട്ടിപ്പിൾ ആണ്, നമുക്ക് ആഗ്രഹിക്കുന്ന എങ്ങനെ വേണമെങ്കിലും കാണാൻ പറ്റിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ഈ മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്ന ഒരു കമ്പനി, അതിന്റെ പേര് വെസ്റ്റീജ് എന്നാണ്. വെസ്റ്റീജ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പനി, സ്വന്തമായിട്ട് പ്രോഡക്റ്റ് നിർമ്മിക്കുന്നു, അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 2004-ലാണ്. ഡൽഹിയിലാണ് ഹെഡ് ഓഫീസ്. 10 പ്രോഡക്റ്റുകളും 2 ഓഫീസുകളും 6 കസ്റ്റമേഴ്സിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. മിസ്റ്റർ ഗൗതം ബാലി, ഇതാണ് കമ്പനിയുടെ MD. ഈ മേഖലയിൽ ഏകദേശം 40-50 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇന്ത്യക്കാരനായ വ്യക്തി, കൂടെ 2 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും കൂടിയുണ്ട്.
ഈ കമ്പനി 2004 സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഈ 2026 ജൂൺ 2 വരുമ്പോൾ 22 വർഷം തികയാൻ പോകുന്ന കമ്പനി. സ്റ്റാർട്ട് ചെയ്തപ്പോൾ 10 പ്രോഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ 400-ൽ കൂടുതൽ പ്രോഡക്റ്റുകൾ. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2 ഓഫീസ് ആണെങ്കിൽ ഇന്ന് 3000-ൽ കൂടുതൽ ഓഫീസുകളും. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 6 കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഇന്ന് ഏകദേശം 5 കോടി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള ഒരു കമ്പനി. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ക്കുന്ന 100 കമ്പനി എടുക്കുമ്പോൾ 38ാം സ്ഥാനത്തെത്തിയ ഒരേ ഒരു ഇന്ത്യൻ കമ്പനിയാണ് വെസ്റ്റീജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി 2022-ൽ 2729 കോടിയുടെ ടേൺ ഓവറിലേക്ക് ഒരു കമ്പനി. ഇന്ന് ഇന്ത്യ കൂടാതെ 7 വിദേശ ബിസിനസ്സുള്ള കമ്പനി. ഇത്രയും പ്രൊഫൈലായിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടൊരു കമ്പനിയാണ് വെസ്റ്റീജ് എന്ന് പറഞ്ഞാൽ. ഈ കമ്പനിക്ക് ഒരുപാട് അവാർഡുകൾ റെക്കഗ്നേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് കമ്പനിക്കുള്ള അവാർഡ്, ബെസ്റ്റ് സിഇഒക്കുള്ള അവാർഡ്, ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, അത് ഏറ്റവും നല്ല വർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്നൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്ട് സെല്ലിംഗ് ബ്രാൻഡ് കഴിഞ്ഞ് 3 വർഷമായിട്ട് ഇത് കിട്ടിയ കമ്പനി. അങ്ങനെ ഒരുപാട് പ്രസ്റ്റീജിയസ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള പ്രത്യേകതയുള്ള കാര്യം. അതുപോലെ ഇനി പ്രൊഡക്റ്റ് പ്രൊഫൈൽ നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച്, ബിസിനസ്സിനെ സംബന്ധിച്ച് പ്രൊഡക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈ കമ്പനി ഫോക്കസ് ചെയ്യുന്ന എന്ത് പ്രൊഡക്റ്റുകളാണ്? ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഡക്റ്റുകളാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ആരോഗ്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുന്ന കാര്യമല്ല പറയുന്നത്. ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയ പ്രോഡക്റ്റും സർവീസിൻ്റെ പേരാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഡക്റ്റുകൾ. നല്ല ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ എക്സ്ട്രാക്റ്റുകളാണ്. കഴിക്കുന്ന ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമായ പോഷകങ്ങളുടെ കുറവ് മൂലം നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, മിനറൽസ് ഒക്കെ യഥാവിധി കിട്ടുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതിലൂടെ ഒരു അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. അത് പരിഹരിക്കാൻ പറ്റിയ പ്രോഡക്റ്റുകൾ, അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ്, കൊഴുപ്പുകൾ, മാലിന്യങ്ങൾ ഇതൊക്കെ പുറന്തള്ളാൻ പറ്റിയ പ്രോഡക്റ്റുകൾ, പ്രതിരോധിച്ച് കൂട്ടാൻ പറ്റിയ പ്രോഡക്റ്റുകൾ, നമ്മുടെ ഓർഗൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റുകൾ, അപ്പോൾ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് ആവശ്യമായ ഡെയിലി നമ്മുടെ ശരീരത്തിലേക്ക് പോഷകങ്ങളാണ് ഈ വെൽനസ് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ. ഇത് മെഡിസിൻസ് ഒന്നും അല്ല. ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യം നഷ്ടപ്പെടാണ്ടിരിക്കാനും നഷ്ടപ്പെട്ട ആളുകൾക്ക് ആരോഗ്യം തിരിച്ചുവിടാൻ പറ്റിയ നല്ല ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ എസൻസുകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അഫോർഡബിൾ പ്രൈസ് ആണ്. മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ വിലയുള്ളൂ. ദെൻ അതുപോലെ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ്. ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സെയിം പ്രോഡക്റ്റ് ആണ് കമ്പനി ദുബായിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മണി ബാക്ക് ഗ്യാരണ്ടി. മേടിച്ച് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല പണം നമുക്ക് തിരിച്ചു തരും എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേക കാര്യം. ഓക്കെ, ഇനി ഈ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് ഏകദേശം 19 കാറ്റഗറി പ്രോഡക്റ്റുകളുണ്ട്. വളരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാറ്റഗറി പ്രോഡക്റ്റുകൾ ഉണ്ട്. ജസ്റ്റ് ആ കാറ്റഗറി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ സമയമില്ല. നമ്മൾ ആരാണോ വിളിച്ച് അവരോട് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി വെസ്റ്റി പ്രൈം എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തേക്ക് കിട്ടേണ്ട പോഷകങ്ങൾ, അതായത് നമുക്ക് ദഹനം കറക്റ്റ് ചെയ്യാൻ, പ്രതിരോധശേഷി കറക്റ്റ് ചെയ്യാൻ. അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു അല്ലേ. നമുക്ക് കൊളസ്ട്രോൾ കൂടുന്നു, ബ്ലോക്ക് വരുന്നു, രക്തോട്ടം ഉണ്ടാവുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ട്. അതിന് പറ്റിയ ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. അതുപോലെ നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമായ മിനറൽസുകൾ വെള്ളത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്, പക്ഷെ അത് കിട്ടുന്നില്ല എന്ന് നമുക്കറിയാൻ പറ്റും. അതിന് പറ്റിയ മിനറൽ ഡ്രോപ്സ്, അത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. അതുപോലെ നമുക്ക് സബ് ലിംഗൽ സ്പ്രേ, നാവിൻ്റെ ഇടയിൽ സ്പ്രേ ചെയ്യുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള മെത്തേഡ്, വൈറ്റമിൻ ഡി, B12 അതുപോലെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്കുണ്ട്. ദെൻ ഡിറ്റോക്സ് ആൻഡ് റെജുനേഷൻ, നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് പുറത്തേക്ക് കളയാൻ, ബ്ലഡിലുള്ള, കുടലിലുള്ള, അതുപോലെ നമ്മുടെ കോശങ്ങളിലുള്ള, അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർസ്, വൈറസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ കുർക്കുമിനെ പോലെയുള്ള, അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ പറ്റിയ പ്രോഡക്റ്റുകളൊക്കെ നമുക്കുണ്ട്. ദെൻ അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പ്രതിരോധശേഷി അത് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ആമല, അലോവേര അതുപോലെയുള്ള ഫ്രൂട്ട്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് പറ്റിയ ഒരു പ്രത്യേക എന്താ പറയുക ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ട്, L-Arginine. ഇത് കണ്ടുപിടിച്ച വ്യക്തിക്ക് നോബൽ സമ്മാനം വരെ കിട്ടിയതാണ്. അതുപോലെ ക്യൂട്ടൻ, ഫ്ലാക്സ് ഓയിൽ. അതുപോലെ ജോയിന്റ് ആൻഡ് ബോൺ ഹെൽത്ത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൈകാൽ വേദന, ജോയിന്റ് പെയിൻ, അസ്ഥി തേയ്മാനം, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിന് വളരെ എന്താ പറയുക ഇമ്മീഡിയറ്റ് റെമഡി കിട്ടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ പറഞ്ഞ ആളുകൾക്ക് പോലും ഇത് ഉപയോഗിച്ചിട്ട് അതിന് തിരിച്ചു വരാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെയാണ്. അതുപോലെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, അമിത തടി കുറയ്ക്കാനും ശരീരത്തേക്ക് ആവശ്യമായ പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യാനും ആ റേഞ്ചിലുള്ള ഓൾ റേഞ്ച് പ്രോഡക്റ്റുകളുണ്ട്. ദെൻ ഗ്ലൈസമിക് ഹെൽത്ത്, ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാനും വരാണ്ടിരിക്കാനും പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റുകൾ, ആര്യപ്പിൻ്റെ എസൻസ്. അതുപോലെ പഞ്ചസാര ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റീവിയ, മധുര തുളസി എന്ന് പറയുന്ന സസ്യത്തിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. ഡയബറ്റിക് ഫ്രണ്ട്ലിയും കൂടിയാണ്. അതുപോലെ വിമൺ ഹെൽത്ത്, ലേഡീസിന്റെ ആരോഗ്യത്തിന് പറ്റിയ പ്രോഡക്റ്റുകൾ, അയൺ ആൻഡ് ഫോളിക്, രക്തക്കുറവ് പരിഹരിക്കാൻ. ക്യാൻബറി, യൂറിനറി ഇൻഫെക്ഷന് പറ്റിയ പ്രോഡക്റ്റുകൾ. ശതാവരി, യൂട്രസ് ഹെൽത്തിന്, പീരീഡ്സ് കറക്റ്റ് ചെയ്യാൻ, ഇറഗുലർ ആയിട്ട് പീരീഡ്സ് കറക്റ്റ് ചെയ്യാനും പെയിൻഫുൾ ഒക്കെ ആയിട്ടുള്ള പീരീഡ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റുകൾ. PCODക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ്. അല്ലെങ്കിൽ ഹെയർ സ്കിൻ നയൽ, മുടിക്കും സ്കിന്നിനും ഒക്കെ മുടിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഫുഡ് സപ്ലിമെന്റ്സ് ആണ്.
അതുപോലെ ആയിസന്ത് എന്ന് പറയുന്ന മൾട്ടി ഹെർബായിട്ടുള്ള ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റുകൾ, പ്രൊക്കാർഡ് ഹൃദയത്തിന് സപ്പോർട്ട് ചെയ്യാൻ, ഗ്ലൂക്കോ ഹെൽത്ത് പാൻക്രിയാസ് ഗ്രന്ഥിയെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ പറ്റുന്ന, കിഡ്നി ഹെൽത്ത് കിഡ്നിയിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ പ്രോസ്റ്റേറ്റ് കെയർ ആണുങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതുപോലെ വൈറ്റൽ കോംപ്ലക്സ്, അതുപോലെ ടോക്സിക് ക്ലീൻ കുടലിലുള്ള അഴുക്കുകൾ പുറത്തേക്ക് കളയാൻ പറ്റുന്ന, അതുപോലെ ലിവർ ഹെൽത്ത് ഫാറ്റി ലിവറിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന, അതുപോലെ റെസ്പോ കെയർ അലർജി, തുമ്മൽ, ശ്വാസം മുട്ടൽ, നമ്മുടെ ലങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റുകളാണ്. അതുപോലെ ഇൻഡിഗോ എന്നൊരു ബ്രാൻഡിൽ നമുക്ക് എന്താ പറയുക ചോക്ലേറ്റ് ഫ്ലേവറുള്ള പ്രോട്ടീൻ പൗഡർ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ DHA ഉള്ള പ്രോട്ടീൻ പൗഡറാണ്. അതുപോലെ തുളസി 5 തുളസിയുടെ കോമ്പൗണ്ടാണ്. നമുക്ക് ചൂടുവെള്ളത്തിലൊക്കെ കുറച്ച് ഡ്രോപ്സ് ഒക്കെ ആയിട്ട് കുടിക്കാൻ പറ്റും. ആവി പിടിക്കാനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന, ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റാണ്. അതുപോലെ ഹെൽത്ത് ഫുഡ് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ, ബ്രാൻ ഓയിൽ, തവിട് എണ്ണ, വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ കുറച്ച് ഉപയോഗിച്ചാൽ മതി. കരിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ടേസ്റ്റ് വ്യത്യാസമില്ല. ഫൈബർ, ബി കോംപ്ലക്സ്, ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ധാന്യങ്ങളുടെ കോമ്പൗണ്ട്. അതുപോലെ നമ്മൾ തേയില, കോഫി ആ റേഞ്ചിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഓറൽ കെയർ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള പേസ്റ്റ്, മൗത്ത് വാഷ്, ബ്രഷ് ഒക്കെ. ദെൻ ഹൈബസ്റ്റ് എന്ന രീതിയിൽ ഹോം കെയർ തുണി അലക്കാനും പാത്രം കഴുകാനും തറ ക്ലീൻ ചെയ്യാനും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ ലിക്വിഡ് ആയിട്ട് നിൽക്കുന്ന സോപ്പ് അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ പ്രീമിയം സ്കിൻ കെയർ നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓൾ തരത്തിലുള്ള ക്രീമുകൾ, ലോഷനുകൾ, സോപ്പ്, ഡിയോഡറന്റ്, പെർഫ്യൂംസ്, ഹെയർ കെയർ റേഞ്ചിലുള്ള പ്രോഡക്റ്റുകൾ. ഓക്കെ, അതുപോലെ ലേഡീസിന്റെ ഹൈജീനിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാനിറ്ററി നാപ്കിൻ, ഫോമിംഗ് വാഷ്. ദെൻ അതുപോലെ ട്രൂമാൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല എന്താ പറയുക നമുക്ക് ജെൻസിന്റെ വീഡിയോ ഗ്രൂമിംഗ് പ്രോഡക്റ്റുകൾ. അതുപോലെ മിസ്റ്റർ ഓഫ് മിലാൻ വെല്ലിനോ എന്ന ബ്രാൻഡിൽ കളർ കോസ്മെറ്റിക്സുകൾ. അതുപോലെ സ്കിൻ ഫോർമുലനായി പ്രീമിയം ക്വാളിറ്റി എന്ന ആന്റി ഏജിങ് ക്രീമുകളൊക്കെയാണ്. ദെൻ അഗ്രി കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ അടുക്കളത്തോട്ടം മുതൽ പൂന്തോട്ടം മുതൽ ഏലം, കുരുമുളകിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, മണ്ണിനും മനുഷ്യനും ഹാനികരമല്ലാത്ത രീതിയിൽ കൃഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ മണ്ണിന്റെ ഗുണം വർദ്ധിപ്പിക്കാൻ പറ്റിയ പ്രോഡക്റ്റുകൾ. അതുപോലെ നമുക്ക് വാഹനങ്ങളുടെ എഞ്ചിൻ കപ്പാസിറ്റി, മൈലേജും കൂട്ടാൻ പറ്റുന്ന, ഇതും ശരിക്കും പറഞ്ഞാൽ വെൽനസ് പ്രോഡക്റ്റുകളാണ്. കാരണം പൊല്യൂഷൻ കുറയ്ക്കും, നമ്മുടെ സാമ്പത്തികമായിട്ട് മൈലേജ് കൂട്ടും, അതിന് പറ്റിയ പ്രോഡക്റ്റുകളാണ്. അതുപോലെ വാട്ടർ പ്യൂരിഫയർ ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടി ഇത് മാത്രം ഷാർപ്പുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഷാർപ്പ് വാട്ടർ പ്യൂരിഫയർ. ഓക്കെ, അപ്പോൾ ഇത്രമാത്രം പ്രോഡക്റ്റുകളുണ്ട്. കമ്പനിക്ക് ഏകദേശം 3000 കോടി ടേൺ ഓവർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക നമ്മൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളത്. സാധാരണ എല്ലാ കമ്പനികളും പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് രീതിയിലല്ല ഈ കമ്പനി പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇന്ന് കാണുന്ന ഒരു മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. നമ്മളൊരു കസ്റ്റമർ ആണെങ്കിൽ സ്വാഭാവികമായ ഒരു മാനുഫാക്ചർ അതിൻ്റെ മുകളിൽ ഒരു കമ്പനി ഉണ്ടാവും. നേരിട്ട് അവർ പ്രോഡക്റ്റ് തരില്ല. നമുക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടാവും, റീറ്റെയിൽ, ഹോൾസെയിൽ, സ്റ്റോക്കിസ്റ്റ്, CNF, അങ്ങനെയായിരിക്കും നമ്മളിലേക്ക് പ്രോഡക്റ്റ് എത്തുക. സ്വാഭാവികമായിട്ടും പരസ്യം അതാണ് നമ്മൾ അറിയാനുള്ള ഒരു മാധ്യമം. ഒരു 100 രൂപ കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് മേടിച്ചാൽ 40 രൂപ കമ്പനിക്ക് കൊടുക്കണം. 60% കാശ് കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ഓരോ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്നത്. എവിടെ പോകുന്നു 60%? ഇടനിലക്കാർക്ക് പരസ്യത്തിന് വേണ്ടി കമ്പനി കൊടുക്കുന്ന ആരുടെ പണം? നമ്മുടെ പണം. അത് മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യം കൂടി കളയേണ്ടി വരും. അപ്പോൾ 60% കാശ് പുറത്തേക്ക് പോകലും മാത്രമല്ല ആരോഗ്യം കൂടി നഷ്ടപ്പെടുത്തും. പക്ഷേ ഇവിടെ വെസ്റ്റേജ് എന്നൊരു കമ്പനി ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി നേരിട്ട് കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ് വിതരണം ചെയ്യുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇടനിലക്കാരും പരസ്യമില്ല. 100 കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ 40 രൂപ കമ്പനിക്ക്, 60% നമ്മളിലേക്ക് തന്നെ കമ്പനി തിരിച്ചു വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് ഒരു കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ. ഇന്ന് ഇന്ത്യ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ. 100 വർഷമായിട്ട് 100 രാജ്യങ്ങൾ ഒരുപാട് ബില്യനേഴ്സിനും ട്രില്യനേഴ്സിനും ക്രിയേറ്റ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി. വികസിത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു വരുമാനത്തെ കൺട്രോൾ ചെയ്യുന്ന, അവിടെ പെർ ക്യാപിറ്റൽ ഇൻകം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന, ഇന്ന് തൊഴിലില്ലായ്മയ്ക്ക് ഏറ്റവും വലിയ പരിഹാരമായിട്ട് കണ്ടുകൊണ്ട് ഗവൺമെന്റ് വരുമാനം കിട്ടുന്ന ഏറ്റവും മാർഗമായിട്ട് കണ്ടുകൊണ്ട് MBAക്ക് ഒരു സബ്ജക്റ്റ് പോലെയുള്ള ഒരു എന്താ പറയുക ഒരു മോഡലാണ് ഡയറക്ട് സെല്ലിംഗ്. ഈ മേഖലയിലെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് വെസ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഈ 60% കാശ് കമ്പനി നമുക്ക് 9 വരുമാനങ്ങളായിട്ടാണ് തിരിച്ചു വരിക. സാധാരണ നമ്മളൊരു ജോലിക്ക് പോയാൽ നമുക്ക് ഒരു വരുമാനം കിട്ടുന്നുണ്ടാവും, അത് വേണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാൻ. പക്ഷെ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്താൽ 9 വരുമാനം കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. എവിടെ നിന്നാണോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്നത്, ആ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുക. നമുക്ക് ഈ ബെനിഫിറ്റുകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എന്താ ചെയ്യുക? വെസ്റ്റിന്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഒരാൾ നമ്മളെ പരിചയപ്പെടുത്തണം. നമുക്ക് വാലിഡ് ആയിട്ട് ID കൊടുത്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ടാവും. 3 രീതിയിൽ നമുക്ക് ഇത് അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ആസ് എ കസ്റ്റമർ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ. ദെൻ റീറ്റെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇന്ന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാൻ, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺടർപ്രണർ ആയിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ
ഒന്നാമത്തെ ബെനിഫിറ്റ് കസ്റ്റമർ ആവുക എന്നുള്ളതാണ്, ഒരു കൺസ്യൂമർ ആവുക എന്നുള്ളതാണ്. ഒരു കൺസ്യൂമർ ആയാൽ എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുക? പുറത്തു പോയാൽ നമ്മൾ MRPക്കാണ് പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുക. എവിടെയാണെങ്കിൽ 10 മുതൽ 30% ഡിസ്കൗണ്ടിൽ ജീവിതകാലം മുഴുവൻ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാം എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഒരു 1000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കാൻ പോയാൽ 700 രൂപ കൊടുത്താൽ മതി. അതുപോലെ എല്ലാ മാസവും നമുക്ക് റീപർച്ചേസ് ഓഫർ കിട്ടും. 10% പ്രോഡക്റ്റ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവും. അതുപോലെ ക്യാഷ് ബാക്ക്, ഇതുവരെയായിട്ടും പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനമൊന്നും വരാറില്ല അല്ലേ? ഇവിടെയാണെങ്കിൽ 5 മുതൽ 16% നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ടാവും. അതുപോലെ മണി ബാക്ക് ഗ്യാരണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്ക് മണി ബാക്ക് ഗ്യാരണ്ടി, ഒരു ബില്ല് കിട്ടുമെന്ന് മാത്രമല്ല, അതിനകത്ത് മണി ബാക്ക് ഗ്യാരണ്ടി കൂടി ഉണ്ടാവും. പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പണം തിരിച്ചു തരുന്നുണ്ടാവും. അതുപോലെ കൺസിസ്റ്റൻസി ഓഫർ എന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു 3000 രൂപയുടെ പ്രോഡക്റ്റ് കഴിഞ്ഞ് ഒരു 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് മേടിച്ചാൽ 5ാമത്തെ മാസം 3000 രൂപയുടെ MRP പ്രോഡക്റ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ 50% ഡിസ്കൗണ്ടിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് മണി ബാക്ക് ഗ്യാരണ്ടിയോട് മേടിച്ച് ഉപയോഗിക്കാനുള്ള അവസരം വെസ്റ്റേജ് കമ്പനി നമുക്ക് തരുന്നുണ്ടാവും. ഇനി പുറത്ത് പോയി ഒരു പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. ഇവിടെയാണെങ്കിൽ നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാനും നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു പിടിക്കാനും പറ്റുന്ന ബെസ്റ്റിൽ ബെസ്റ്റ് ആയ ഒരു കൺസ്യൂമർ ബെനിഫിറ്റ് കൊടുക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയാൽ മതി. അത് ഫ്രീ ജോയിനിങ് കൂടിയാണ്. ഇനി കമ്പനി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണെന്നറിയും? ഈ എല്ലാ കമ്പനിക്ക് എന്ത് വേണം? ഏതൊരു കമ്പനി നോക്കിയാലും അവർക്ക് എന്ത് വേണം? അവർക്ക് ടേൺ ഓവർ വേണം അല്ലേ? ടേൺ ഓവർ വേണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ പുതിയ ആളുകൾ പ്രോഡക്റ്റ് മേടിക്കാനും കസ്റ്റമേഴ്സ് വരാനും തയ്യാറാവണം. അപ്പൊ അതിന് സാധാരണ എല്ലാ കമ്പനികളും എന്താ ചെയ്യുക? അവർ പരസ്യം കൊടുക്കും. പക്ഷെ ഇവിടെ പരസ്യം ഇല്ലല്ലോ, അല്ലേ? അപ്പൊ കമ്പനി പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഒന്ന് മേടിച്ച് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളോട് പറയാവോ? അങ്ങനെയാണെങ്കിൽ യെസ്, അങ്ങനെ നമ്മൾ റെഡി ആണെങ്കിൽ യു ക്യാൻ ബിക്കം ആൻ ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ. നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഓണറായിട്ട് മാറാൻ വേണ്ടി പറ്റും. ഏറ്റവും വലിയ പ്രത്യേകത ഈ പറഞ്ഞൊരു കാര്യം, ഇഷ്ടപ്പെട്ട കാര്യം മറ്റുള്ളവരോട് പറയുക എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ കണ്ടാലും ഷർട്ട് മേടിച്ചാലും എന്ത് നല്ലത് കിട്ടിയാലും മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് നമ്മൾ ശീലമാണ്. അതിവിടെ ചെയ്താൽ നമുക്കൊരു ബിസിനസ് ഓണറായിട്ട് മാറാൻ പറ്റും. ഓക്കെ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാര്യം ഇത് ഒറ്റയ്ക്ക് ചെയ്യണ്ട എന്നുള്ളതാണ്. അല്ലേ, ഒരു ടീമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വരുന്നു, നമ്മൾ ഒരാളടുത്ത് പരിചയപ്പെടുത്തുന്നുണ്ടാവും, അവരെല്ലാം നമുക്ക് പ്രൊഡക്റ്റ് തരിക. വെസ്റ്റേജ് കമ്പനി നമ്മുടെ പേരിൽ ബില്ലടിച്ച് പ്രൊഡക്റ്റ് തരും. വിന്നിങ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇത് നമുക്ക് ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യാൻ, ഇതിന്റെ സിസ്റ്റം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഓർഗനൈസേഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മുടെ അറിവും കഴിവും ഒന്നും ബുദ്ധിമുട്ടല്ല. വിജയിക്കണം തീവ്രമായൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു വരുമാനമാണ് പെർഫോമൻസ് ബോണസ്. നമ്മൾ ഈ കമ്പനിയുടെ ബിസിനസ് വർദ്ധിപ്പിച്ചു കൊടുത്താൽ അതിന്റെ 5 മുതൽ 16% നമ്മളിലേക്ക് കമ്പനി തിരിച്ചു വരും. അതിങ്ങനെയാണ്, ഓരോ 30 പ്രോഡക്റ്റ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു PV, ഒരു പോയിന്റ് വാല്യൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ബിസിനസ്, ദുബായിലൊക്കെ ബിസിനസ് ഉള്ളതുകൊണ്ട് രൂപയുടെ മൂല്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എങ്ങനെയാണ്? ഒരു ഫസ്റ്റ് പർച്ചേസ് ഒരു 30 പ്രോഡക്റ്റ് മേടിച്ചാൽ നമുക്ക് 5% കിട്ടും. അപ്പോൾ വെസ്റ്റേജിൽ ആദ്യമായിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നുണ്ടാവും. അതൊരു 600 PV, അതായത് ഒരു 18,000, ഒരു 18,000 രൂപയുടെ ബിസിനസ് എത്തിക്കഴിഞ്ഞാൽ 8%. അത് എപ്പോഴാണോ നമുക്കൊരു 2,400 PV, 72,000 ബിസിനസ് എത്തുമ്പോൾ 12%. അത് എപ്പോഴാണ് 5,500 PV, 1,65,000 ബിസിനസ് എത്തുമ്പോൾ 16%. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാര്യം, ഇത് ക്യുമുലേറ്റീവ് ആണ്. നമ്മൾ മേടിക്കുന്നു, നമുക്ക് എത്ര പേർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റും, അതിങ്ങനെ കൂട്ടി 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 വെച്ചെത്തിയിട്ടാണ് നമ്മൾ 1,65,000 ബിസിനസ്സിൽ എത്തുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, ആസ് എ കസ്റ്റമർ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രോഡക്റ്റ് തന്നെ മേടിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും നമ്മൾ 16%ലേക്കും. ഒരു ചിന്തിക്കേണ്ട കാര്യം, ഇത്ര വർഷമായിട്ട് എത്ര രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും, അതിന്റെ പേരിൽ നമുക്ക് ഒരു ബെനിഫിറ്റും കിട്ടിയില്ല. ഇത് നമുക്ക് 16% നമ്മളിങ്ങനെ തിരിച്ചു വരും. ഇനി വളരെ ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കമ്പനി ഷോർട്ട് ഉണ്ട്. ഒരു 600 PV, 18,000 രൂപയുടെ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോഴാണ് 8% എത്തുക. സിംഗിൾ മന്തിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു മാസം 300 PV, ഒരു 10,000 രൂപയുടെ ബിസിനസ് എത്തിയാലും നമ്മൾ ഫാസ്റ്റ് ആക്കി 8% എന്നൊരു പൊസിഷനിലേക്ക് എത്തുന്നുണ്ടാവും. കമ്പനി നമുക്ക് ഒരു 750 പ്രൊഡക്റ്റ് വെച്ചത് അക്കൗണ്ടിലേക്ക് പണം, നല്ല റെക്കഗ്നേഷൻ, പിന്നെ അങ്ങനെ ഒരുപാട് എന്താ പറയുക റെക്കഗ്നേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ടാവും. 5,500 PV, 1,65,000 ബിസിനസ് പല മാസങ്ങളായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ 16%എത്തും. അത് സിംഗിൾ മന്തിൽ 4,500 PV, നമുക്ക് 1,20,000 ബിസിനസ് നമ്മൾ ചെയ്താലും നമ്മൾ 16% എത്തുന്നുണ്ടാവും. അങ്ങനെ എത്തുന്ന ഒരു വ്യക്തികളെ നമ്മളെ കമ്പനി വിളിക്കുന്ന ഒരു പേരാണ് ബ്രോൺസ് ഡയറക്ടർ. ഓക്കെ, അപ്പൊ നമ്മൾ വന്ന് നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഏതെങ്കിലും ജോയിൻ ചെയ്യിപ്പിക്കാം. ആളെ ചേർത്താൽ കാശ് കിട്ടില്ല. ഞാൻ മേടിച്ച് ഉപയോഗിച്ച പ്രൊഡക്റ്റ് എന്നാണ് നല്ലതെന്ന് പറയുമ്പോൾ അവർ മേടിച്ച് ഉപയോഗിക്കട്ടെ, അവർ നമ്മൾ പരിചയപ്പെടുത്തുന്നു. പക്ഷെ അത് നമ്മുടെ ടേൺ ഓവർ ആയിട്ട് മാറുന്നുണ്ടാവും. അത് 5,500 PV എപ്പോഴാണോ എത്തണം, നമ്മൾ മേടിക്കുന്നു, നമ്മൾ വീണ്ടും മേടിച്ച് ഉപയോഗിക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മേടിക്കുന്നു. അവർക്കൊരു എക്സ്ട്രാ ഇൻകം വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് അവരുടെ ഫ്രണ്ട്സിനോട് റിലേറ്റീവ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ടീമായിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ബ്രോൺസ് ഡയറക്റ്റ് ആയ കമ്പനി 2 വരുമാനം കൂടി തരും. അതിന്റെ ഡയറക്ട് ബോണസ് 5%, ടീം ബിൽഡിംഗ് ബോണസ് 3%. ചെയ്യുന്ന ജോലിയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ ഒരു 10,000 രൂപ വരുമാനം മേടിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ വരെ നമുക്ക് ഒറ്റയ്ക്ക് എത്താം. പക്ഷെ ഇനി നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവണം. നമ്മുടെ ടീമിൽ ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ, ഒരാൾ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആയാൽ, നമ്മുടെ പേര് സിൽവർ ഡയറക്ടർ എന്നാണ്. സിൽവർ ഡയറക്ടർ ആയാൽ
കമ്പനി LOB എന്നൊരു വരുമാനം തരുന്നുണ്ടാവും. അതാണ് ഏറ്റവും ഹ്യൂജായ വരുമാനം. മറ്റുള്ള ആൾക്കാരെ സഹായിക്കുമ്പോഴാണ് LOB 18%. ട്രാവൽ ഫണ്ട് എല്ലാ വർഷവും 2 ഏഷ്യൻ ട്രിപ്പ് നമുക്ക് വിത്ത് ഫാമിലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി 2 ഫാമിലികളെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ കമ്പനി ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കും അതിനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങൾ 2023 ഞങ്ങൾ തായ്ലൻഡ് ട്രിപ്പിന് പോയതാണ്. അപ്പം വളരെ അമേസിംഗ് ആയിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറീസ് ആയിരുന്നു. എൻ്റെ കൂടെ ഒരു 10-23 പേരും കൂടി ഒരുമിച്ച് നമുക്കൊരു ഫാമിലി ആയിട്ട് പോകാൻ പറ്റി. പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന പല പ്രായത്തിലുള്ള പല വിദ്യാഭ്യാസത്തിലുള്ള ആളുകൾ ഒരുമിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അവിടെ പോയിട്ട് ഒരുപാട് നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള കാഴ്ചകളും എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പട്ടായ ഏറ്റവും ആൾക്കാർ പോകാൻ കൊതിക്കുന്ന സ്ഥലം അവിടെ വെച്ചെടുത്തിട്ട് ഫോട്ടോ ആണ്. ഓക്കെ, 2 പേരെ വിജയിപ്പിച്ചാൽ നമ്മുടെ ഒരു ഗോൾഡ് ഡയറക്ടർ വരുമാനം ഇനിയും കൂടും. ഒരു 3 ഫാമിലികളെ വിജയിപ്പിക്കാൻ നമ്മൾ തയ്യാറായ നമ്മുടെ സ്റ്റാർ ഡയറക്ടർ ഒരു 50,000 രൂപ വരുമാനം മേടിച്ചെടുക്കാൻ പറ്റിയ പൊസിഷനാണെന്ന് മാത്രമല്ല ഒരു കാർ ഫണ്ട് ഫണ്ട് കിട്ടുന്നുണ്ടാവും. സ്വന്തമായിട്ട് കാർ മേടിക്കാൻ ഒരു മാസം 80,000 രൂപ കിട്ടും. ഏറ്റവും വലിയ പ്രത്യേകത വെസ്റ്റ് ഇന്ത്യ കാർ ഫണ്ടിലൂടെ 12,000-ൽ കൂടുതൽ ആളുകൾ കാർ മേടിച്ചിട്ടുണ്ട്. അതിൽ 300-ൽ കൂടുതൽ ആളുകൾ മേടിച്ച് BMW, Audi, Mercedes Benz ആ റേഞ്ചുള്ള കാറുകളാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഒരു 3ാമത്തെ കാറാണ്. എനിക്ക് ഇതിലൂടെ ഒരു 3 കാറ് മേടിക്കാൻ പറ്റും. ഒരുപാട് ഒരു 10-20 ഫാമിലിയിലേക്ക് ഒരു കാർ ഫണ്ടും കാറും എത്തിച്ചു കൊടുക്കാൻ നിമിത്തമായതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. 4 ഫാമിലികൾ വിജയിപ്പിച്ച നമ്മുടെ ഡയമണ്ട് ഡയറക്ടർ എന്നാണ്. ഡയമണ്ട് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ ട്രിപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. ദെൻ അതുപോലെ നമുക്ക് 6 ഫാമിലിയെ നമ്മൾ സക്സസ്ഫുൾ ആക്കിയാൽ നമ്മുടെ ഒരു ക്രൗൺ ഡയറക്ടർ എന്നാണ്. നമുക്ക് ഏറ്റവും വലിയ ഒരു സ്വപ്നമായ ഒരു ഹൗസ് ഫണ്ട് സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ ഒരു മാസം 1 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. മിനിമം 1 ലക്ഷം രൂപ വരുമാനം നേടിയെടുക്കാൻ പറ്റിയ പൊസിഷൻ. ഇഷ്ടമുള്ളൊരു ഡ്രീം ഹോം, ഇഷ്ടമുള്ളൊരു വീട് വെക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടാവും. ഇനി 8 ഫാമിലികളെ നമ്മൾ സക്സസ്ഫുൾ ആക്കിയാൽ പേര് യൂണിവേഴ്സിറ്റി ക്രൗൺ ഡയറക്ടർ എന്നാണ്. ഇന്ന് ഞാൻ ആ ഒരു പൊസിഷനിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. 12 ഫാമിലികൾ വിജയിപ്പിച്ച നമ്മുടെ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്നാണ്. എന്നെ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ മിസ്റ്റർ സുരേഷ് കുമാർ എന്നാണ്. ആ വ്യക്തി ആ പൊസിഷനിലാണ്. അതുപോലെ 16 ഫാമിലി വിജയിപ്പിച്ച നമ്മുടെ ഡബിൾ യൂണിവേഴ്സിറ്റി ക്രൗൺ ഡയറക്ടർ ഹയസ്റ്റ് പൊസിഷനാണ്. ഈ സുരേഷ് കുമാർ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജ്യോതിഷ് കുമാർ സാറ് ഡബിൾ യൂണിവേഴ്സിറ്റി ക്രൗൺ ഡയറക്ടർ ആണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് കമ്പനി ഒരു പ്രത്യേക ഒരു ഫണ്ട് കൊടുക്കും. അതിൻ്റെ പേര് LIT ക്ലബ്ബ് ബോണസ് എന്നാണ്. അതിൻ്റെ പേര് റോയൽറ്റി എന്നാണ്. 2% ആണെങ്കിലും 20 ലക്ഷം രൂപ വരെ അത് മാത്രം കിട്ടും. എൻ്റെ ഒരു പ്രത്യേകത, എത്ര ആൾക്കാർ വിജയിക്കാൻ പറ്റുന്നു അത്രമാത്രം വരുമാനം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുവരെ ഞാൻ 1 രൂപ നഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ വേണ്ടി പറ്റും. അതുപോലെ ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പോകുന്ന 3 ഇൻഡസ്ട്രിയാണ്. ഒന്ന് ഇ-കൊമേഴ്സ്. നമുക്കറിയാം, മൊബൈൽ ഉപയോഗിച്ച് സാധനങ്ങൾ വിൽക്കുന്നു, നമ്മൾ വീട്ടിലിരുന്ന് പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഇനി റെവല്യൂഷൻ അത് തന്നെയായിരിക്കും. അതുപോലെ ഒരു വെൽനസ് റെവല്യൂഷൻ, അതായത് ആരോഗ്യത്തിന് വലിയൊരു കൺസേൺ ആണ്. ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് സർവീസ് ഇനിയുള്ള കാലത്ത് ആളുകൾക്ക് വളരെ അത്യാവശ്യമാണ്. അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഞാൻ ആദ്യം പറഞ്ഞു, ഇന്ത്യ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഓപ്പർച്യൂണിറ്റി പ്രത്യേകത ഈ 3ൻ്റെയും ജോയിന്റ് വെഞ്ചറാണ്. ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ്. അതുപോലെ വെൽനസ് പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്നു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ. അതുകൊണ്ട് 100% നമ്മൾ റൈറ്റ് പ്ലാറ്റ്ഫോമിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അഡ്വാൻറ്റേജസ് എന്താ വെച്ചാൽ നോ ഇൻവെസ്റ്റ്മെന്റ്, നോ റിസ്ക്, അൺലിമിറ്റഡ് ഇൻകം, ആഗ്രഹിക്കുന്ന പണം ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഈ മേഖലയിൽ പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. പാസീവ് ഇൻകം, പാർട്ട് ടൈം ബിസിനസ്, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ടൈം ഫ്രീഡം. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ബിസിനസ് വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വലിയ റിസ്ക് ഇല്ലാതെ, പരാജയം ഒരു ഓപ്ഷൻ അല്ലാതെ എന്ന ഒരു 140 കോടി ജനങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു 2030 ആകുമ്പോൾ 30 രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്ന $1 ബില്യൺ എന്ന ഒരു ടാർഗറ്റിലേക്ക് മൂവ് ചെയ്യാൻ ഒരു കമ്പനിയുടെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഫ്രണ്ടോ റിലേറ്റീവ് പരിധിപ്പെടുത്തി റൈറ്റ് പ്ലേസ്, നമ്മൾ ശരിയായ ഒരു സ്ഥലത്താണ്. സോ ടേക്ക് എ ഗുഡ് ഡിസിഷൻ, നല്ലൊരു തീരുമാനം എടുക്കുക. വിജയിക്കാനാണെങ്കിൽ വിജയിപ്പിക്കാൻ പറ്റിയ ആളുകൾ കൂടെയുണ്ട്, പഠിക്കാനാണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്. ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന് ലോകത്ത് കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.